ആരോപണത്തിൽ ആദ്യം മുതൽ തന്നെ ഉറച്ചു നിന്ന കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രവീൺകുമാർ. PSC കോഴയിൽ ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയെ പുറത്തേക്ക് നയിക്കുന്ന തീരുമാനത്തിലേക്ക് CPIM എത്തുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തു തോന്നുന്നു? ആദ്യം പറഞ്ഞത് ഒന്നും അറിഞ്ഞിട്ടില്ല, ഇത്തരത്തിലൊരു പരാതിയില്ല, എല്ലാ മാധ്യമങ്ങളുടെ കോലാഹലം എന്ന് പറഞ്ഞ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനടക്കം തിരുത്തലിന്റെ വഴിയിൽ നിൽക്കുകയാണോ ഇപ്പോൾ? ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്വം തൂക്കി വിൽക്കാൻ ശ്രമിച്ചതിന് ശിക്ഷ കൊടുക്കേണ്ടത് പാർട്ടിയാണോ? ഇവിടെ പാർട്ടി അന്വേഷണം മതിയോ? പാർട്ടി ശിക്ഷ മതിയോ? പാർട്ടി തന്നെ കോടതിയും പാർട്ടി തന്നെ പോലീസ് പോകാൻ പറ്റൂ? ഇതൊരു വളരെ ഗൗരവമേറിയ വിഷയമല്ലേ? ഈ വിഷയത്തിൽ ഒരു പ്രമോദ് കോട്ടൂടിയെ പുറത്താക്കിക്കൊണ്ട് കാര്യം നടക്കുമോ? ഇതിൽ ഞാനൊരു കാര്യം ഇവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് കോട്ടൂടി എന്ന് പറയുന്ന ആള് ഇതിനകത്തെ അഴിമതി എന്ന മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. വമ്പൻ സാബുകൾ പുറത്തു കിടക്കുകയാണ്. ഇതിന്റെ മുഴുവൻ ഗൂഢാലോചനയും പുറത്തു വരണം, ഇതിന്റെ പിന്നിലുള്ള പുറത്തു വരണം. ഇനി ഇത്തരം ഒരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ആ രീതിയിൽ നടപടി വേണം. ആ നടപടിക്കേണ്ടത് ശ്രീ കെ പ്രവീൺകുമാർ, പാർട്ടിക്കുള്ളിൽ വന്നിട്ടുള്ള ഒരു വിവാദം, ആരോപണം, പരാതി അത് പാർട്ടി തന്നെ പരിഹരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പണം കൊടുത്തയാൾ ഒരു പരാതിക്കാരനായി അല്ലെങ്കിൽ പരാതിക്കാരിയായി ഇതുവരെ പോലീസ് സംവിധാനത്തിന്, അതായത് നിയമ സംവിധാനത്തിന് മുന്നിൽ വന്നിട്ടില്ല. താങ്കൾക്കറിയാമല്ലോ, വൈശാലിന്റെ ഒരേ ഒരു പരാതി മാത്രമാണ് ഇപ്പോൾ നിയമ വഴിയിൽ ആകെ നിൽക്കുന്നത് എന്നത് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. ഇതിലിനി അന്വേഷണം നടക്കണമെങ്കിൽ ആ പരാതിയിൽ വേണം അന്വേഷണം നടക്കാൻ. അവിടെയും തെളിവ് കൊടുക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ ഈ പരാതിയുടെ പകർപ്പ്, പരാതിക്കാർ ആരാണ്, ആരിൽ നിന്നാണ് പണം വാങ്ങിയത്, ഇതിലെല്ലാം തെളിവ് കൊടുക്കേണ്ട ബാധ്യത ആ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുടെ മേൽ വന്ന് പതിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പാർട്ടി അനുഭാവികളായ ഈ പണം കൊടുത്ത ആളുകളൊക്കെ പരാതിയുമായി രംഗത്ത് വരുമെന്ന് കരുതുന്നുണ്ടോ? ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഈ വിഷയം അങ്ങ് അവസാനിപ്പിക്കാനല്ലേ പാർട്ടി നോക്കുന്നത് യഥാർത്ഥത്തിൽ, ശ്രീ പ്രവീൺകുമാർ? ശ്രീ കെ പ്രവീൺകുമാർ, ശിക്ഷിക്കപ്പെടേണ്ട മാത്രം കാര്യമല്ല. അത് നിങ്ങൾക്ക് പറയാം, ഈ ലോകത്തിനും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. ഞങ്ങൾ പറയുന്നു ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം. ഞാൻ ആവശ്യപ്പെട്ട രണ്ട് കാര്യമുണ്ട്. ഒന്നുകിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സംസ്ഥാന ഏജൻസി അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി. ആ ആവശ്യത്തൊന്നും കോൺഗ്രസ് പുറകോട്ട് പോകില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടവുമായി കോൺഗ്രസ് രംഗത്തുണ്ടാവും. ഒരു തർക്കവും വേണ്ട. പ്രവീൺകുമാറാണ് പ്രതികരിച്ചത്.